വീണ്ടും പാലക്കാട്ടേക്ക് പോകുന്നു. വോട്ടിംഗ് മെഷീനിലെ സാങ്കേതിക തകരാർ കാരണം പാലക്കാട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ വോട്ടിംഗ് വൈകി. നഗരസഭയിലെ 23-ാം വാർഡായ കുന്നത്തൂർ മേട്ടിൽ വോട്ടിംഗ് വൈകിയത് പ്രതിഷേധത്തിനിടയാക്കി. അതേസമയം മന്ത്രി എ.കെ. ബാലൻ വോട്ട് ചെയ്യുന്നതിനിടെ സാമൂഹിക അകലം പാലിക്കാതെയുള്ള വോട്ടിങ്ങിനെ ചൊല്ലി ബൂത്തിൽ വാക്കുതർക്കവുമുണ്ടായി. പാലക്കാട് നഗരസഭയിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ബൂത്തിലാണ് വോട്ടിംഗ് മെഷീനിലെ തകരാറ് ജനങ്ങളെ വലച്ചത്. 2 മെഷീനുകൾ കൊണ്ടുവന്നിട്ടും സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനാവാതായതോടെ പലരും രാവിലെ 8:30 വീടുകളിലേക്ക് മടങ്ങി. രാവിലെ നേരത്തെ വന്നത് 6:30 വന്നാണ്. അപ്പോൾ മോൾക്ക് നൈറ്റിൽ ജോലിയായിരുന്നു. 5 മണി വരെ ജോലി ചെയ്ത് കഴിഞ്ഞ് ശരി നേരത്തെ പോളിംഗ് കഴിഞ്ഞിട്ട് വോട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇത്ര നേരം ഒന്നും ഇപ്പോൾ ഏകദേശം ഇപ്പോൾ അത് കണ്ടില്ല. ഇപ്പോൾ ഒരു 2 മണിക്കൂറായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല. ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ട് നോക്കാം വൈകുന്നേരം. ഇപ്പോൾ വരാൻ പറ്റിയാൽ നമുക്ക് അത്രയേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല ഇനി. കാരണം ഇനി ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ജോലി ഉണ്ടല്ലോ. ഇതോടെ തങ്ങളുടെ പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടാണ് നഷ്ടമാകുന്നതെന്നാരോപിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഒന്നാമത്തെ വിഷയം കൊണ്ടുവന്ന കംപ്ലൈന്റ്, രണ്ടാമത്തെ വിഷയം കൊണ്ടുവന്ന കംപ്ലൈന്റ്, കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ നമുക്ക് വോട്ട് ചെയ്യണ്ടേ? അല്ല, നമുക്ക് വോട്ട് ചെയ്യണ്ടേ? രണ്ടാമത്തെ ബൂത്തിൽ ഒരു വോട്ടും ചെയ്തിട്ടില്ലെന്നാ പറയുന്നത്. ഇത്ര നേരമായിട്ട് സമയത്രേ 9 മണി കഴിഞ്ഞു. വോട്ടിംഗ് സമയത്താണ്. ഇതിൽ ഉത്തരവാദിത്വമൊന്നും ഇലക്ഷൻ കമ്മീഷനൊന്നും കളക്ടർക്കൊന്നും ഉത്തരവാദിത്വം ഇല്ലേ? വന്നാള് തിരിച്ചു പോകാൻ വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. വന്നാലും തിരിച്ചു പോയില്ലേ? ഇനി അവര് വോട്ട് ചെയ്യാൻ വരുമോ? അവര് വരില്ലല്ലോ. അവര് വോട്ട് ചെയ്യാൻ വരുമോ? ഒടുവിൽ 9 മണിയോടെ സാങ്കേതിക വിദഗ്ധർ എത്തി വോട്ടിംഗ് മെഷീനിലെ തകരാറ് പരിഹരിച്ചു. കളക്ടറേറ്റിന് എക്സ്പെർട്ട് ടീം വന്നിട്ട് അത് പരിഹരിച്ചു. ഒറിജിനൽ ഇവിഎം മെഷീൻ തന്നെയാണ് ഇപ്പോൾ റണ്ണിംഗ് ആണ്. വോട്ടിംഗ് മെഷീനിലെ തകരാറല്ല, ലിങ്കിലെ തകരാറായിരുന്നുവെന്ന് റിട്ടേണിംഗ് ഓഫീസറും പ്രതികരിച്ചു. ലിങ്ക് എറർ എന്നാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ലിങ്ക് എറർ ഒരുപക്ഷെ ആൾക്കാരെങ്കിലും ആ വയറിലൊന്ന് തട്ടിയാൽ, ആകെ 5 മീറ്റർ നീളമല്ലേ ഉള്ളൂ, അതിൽ ചെറുതായി തട്ടിയാൽ പോലും ലിങ്ക് എറർ വരും. അത് നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. സാങ്കേതിക പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നമില്ലാതെ സ്മൂത്തായി ഇപ്പം നടക്കുന്നു. തൃത്താല പരുതൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ ചെമ്പുലങ്ങാട് ബൂത്ത് 1-ലും രാവിലെ സമാന സാഹചര്യമായിരുന്നു. അവിടെയും 1.5 മണിക്കൂറിന് ശേഷം തകരാറുകൾ പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിച്ചു. കൂടാതെ മുതലമട, വല്ലപ്പുഴ തുടങ്ങിയിടങ്ങളിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായി. അതേസമയം മന്ത്രി എ.കെ. ബാലൻ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ ബൂത്തിനു മുൻപിൽ LDF, UDF പ്രവർത്തകർ സാമൂഹിക അകലത്തെ ചൊല്ലി വാക്കേറ്റമുണ്ടായി. കൂടുതൽ പോലീസുകാരും മറ്റും സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി. വോട്ട് ചെയ്തു മടങ്ങിയ മന്ത്രിയും സാമൂഹിക അകലം പാലിക്കാതെയുള്ള വോട്ടിംഗ് കൊറോണയെ ക്ഷണിച്ചു വരുത്തുമെന്ന് പ്രതികരിച്ചു. ആശങ്ക ഉണ്ടാക്കുന്നതാണത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, ആശങ്ക ഉണ്ടാക്കുന്നതാണ്. വ്യാപനം കൂടും എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ ഒന്ന് നിങ്ങൾ അങ്ങോട്ടേക്ക് പോയാൽ മതി. ഏതാനും ചിലയിടങ്ങളിലെ സാങ്കേതിക പ്രശ്നങ്ങളും തർക്കങ്ങളും ഒഴിച്ചാൽ പാലക്കാട് ജില്ലയിലെ വോട്ടിംഗ് സുഗമമാണ്. രമേശ് രാമനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.